കന്നിമന്ത്രി പദവി ഏറ്റെടുത്തിരിക്കുകയാണ് കെ.എം. ഷാജി എന്ന മുസ്ലിം ലീഗിന്റെ നേതാവ്. വി.ഡി. സതീശൻ നയിക്കുന്ന മന്ത്രിസഭയിൽ തിളങ്ങുന്ന താരമായി മാറാൻ തീപ്പൊരി പ്രാസംഗികനായ കെ.എം. ഷാജിക്ക് സാധിക്കുമെന്നാണ് അണികൾ വിശ്വസിക്കുന്നത്. സത്യപ്രതിജ്ഞാവേദിയിലും ഗവർണർ ആർലേക്കർ കെ.എം. ഷാജി എന്ന് അഭിസംബോധന ചെയ്തപ്പോൾ സദസ്സ് ഇളകിമറിഞ്ഞു. ഒന്നിലധികം തവണ MLA ആയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കെ.എം. ഷാജി മന്ത്രിക്കുപ്പായം അണിയുന്നത്. ഇതും പ്രവർത്തകർ ആഘോഷമാക്കി. വൻ വിജയം മുന്നോട്ട് നൽകുന്നത് വലിയ വെല്ലുവിളിയാണെന്നാണ് മന്ത്രി കെ.എം. ഷാജി പറഞ്ഞത്. ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം മികച്ച രീതിയിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവർത്തനം നിരീക്ഷിക്കുക, നിരന്തരം വിമർശിക്കുക, മറുപടികൾ പറഞ്ഞ് സമയം കളയാനില്ല. എല്ലാത്തിനോടും കരുതലോടുകൂടിയ പ്രവർത്തനം കാഴ്ചവയ്ക്കുമെന്നും കെ.എം. ഷാജി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വയനാട് കണിയാമ്പറ്റ സ്കൂൾ ലീഡറായി തുടങ്ങിയ പൊതുപ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടമാണ് കെ.എം. ഷാജിക്ക് ഈ മന്ത്രി പദവി. വേങ്ങരയിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പിൻഗാമിയായി എത്തിയപ്പോൾ തന്നെ അണികൾ ഉറപ്പിച്ചതാണ് മന്ത്രിസ്ഥാനം. ഷുവർ സീറ്റിൽ മത്സരിച്ച് ജയിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, ലീഗിൽ തലമുറ മാറ്റത്തിന്റെ പൊതു നേതൃത്വ നിരയുടെ പ്രഖ്യാപനം കൂടിയായിരുന്നു മണ്ഡലമാറ്റം. സത്യപ്രതിജ്ഞാവേദിക്ക് പുറത്ത് കെ.എം. ഷാജിയുടെ വാഹനം ലീഗ് പ്രവർത്തകർ തടഞ്ഞു നിർത്തി. ഒരാവശ്യം ചൂണ്ടിക്കാണിക്കുവാനായിരുന്നു അത്. മന്ത്രിമാരിൽ വാഹന നമ്പർ 9 ആയിരുന്നു കെ.എം. ഷാജിക്ക് അനുവദിച്ചത്. 9ാം നമ്പർ വേണ്ടെന്നും ഐശ്വര്യക്കേടാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു അണികൾ ഷാജിയെ തടഞ്ഞു നിർത്തിയത്. പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് കെ.എം. ഷാജി പ്രവർത്തകരുടെ ആവശ്യം കേട്ടത്. പിന്നാലെ പരിഗണിക്കാമെന്നും ചൂണ്ടിക്കാട്ടി. പുതിയ ഉത്തരവാദിത്വങ്ങളിലേക്ക് മന്ത്രി കെ.എം. ഷാജി കാറ് പായിച്ചു. പ്രേക്ഷകർക്കായി ആ വീഡിയോ കൂടി ചേർക്കുന്നുണ്ട്. രണ്ടാണ്